പ്രിയപ്പെട്ടവരെ നമസ്കാരം. ഞാൻ ബ്ലെസ്സി ലാൽസൺ. ഇപ്പോൾ കത്തോലിക്ക സഭയിൽ കുറച്ച് ഡിസ്കഷൻ ആയിക്കൊണ്ടിരിക്കുന്ന പരിശുദ്ധ മാതാവിൻ്റെ പ്രസക്തിയെക്കുറിച്ച് ഞാൻ അതൊന്നും ഇപ്പം ആ ഒരു ഡിസ്കഷൻ നമ്മുടെ സമൂഹത്തിൽ നടക്കുമ്പോൾ എനിക്ക് തോന്നി ഇപ്പോൾ ഏറ്റവും അനുയോജ്യമായ സമയമാണ്. എൻ്റെ ചില എക്സ്പീരിയൻസസ് പറയേണ്ടത് ആവശ്യമാണെന്ന് എനിക്ക് തോന്നി. കാരണം ഞാൻ കണ്ടു പരിശുദ്ധ മാതാവിൻ്റെ പ്രാധാന്യം വലിയ ആവശ്യമില്ല കത്തോലിക്ക സഭയിൽ, അവർക്ക് മനസ്സിലായി തുടങ്ങി എന്നൊക്കെ പറഞ്ഞ് പല അടുത്തുള്ള കമൻറ്റുകളും ചില ഗ്രൂപ്പുകളിലൊക്കെ ഉള്ള ഡിസ്കഷനും എസ്പെഷ്യലി പെന്തക്കോസ്ത് സഭക്കാർ അത് ആഘോഷമാക്കുന്നത് കണ്ടപ്പോൾ എനിക്കത് ചില കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഇത് പറയാതിരിക്കാൻ പറ്റില്ല. ഈ ആ സമയത്ത് ഇത് ഞാൻ പറയുന്നത് കേട്ട് പെന്തക്കോസ്ത് സഭക്കാർക്ക് മുറിമുറിപ്പ് തോന്നിയേക്കാം. പക്ഷേ ഞാൻ പറയുന്നത് സത്യസന്ധമായ ഞാൻ നേരിട്ട ഇത്ര എക്സ്പീരിയൻസസ് ആണ്. ഞാൻ ഇവിടെ ഈ US വന്ന സമയത്ത് എന്നോട് എൻ്റെ ഒരു സുഹൃത്ത്, പെന്തക്കോസ്ത് സുഹൃത്താണ്, എന്നോട് ചോദിച്ചു, ഇതുപോലെ നിങ്ങൾ കത്തോലിക്കർ ഈശോയെ മാത്രമല്ല മാതാവ് നിങ്ങളുടെ ദൈവമാണല്ലോ. ഞാൻ പറഞ്ഞു അല്ല ഞങ്ങൾക്ക് മാതാവ് ഈശോയുടെ അമ്മയാണ്, ഞങ്ങൾക്ക് യേശുവാണ് ഏകരക്ഷകൻ, യേശു മാത്രമേ ദൈവമുള്ളൂ. സമ്മതിക്കത്തില്ല. ഇല്ല, നിങ്ങൾക്ക് മാതാവും ദൈവം തന്നെ. അപ്പം ഞാൻ പറഞ്ഞു ഞാനിപ്പോൾ പറയുക എൻ്റെ ആൻറ്റിയെ കാണിച്ചിട്ട് ഇതെൻ്റെ ആൻറ്റിയാന്ന് പറയുമ്പോൾ അല്ല അത് നിങ്ങളുടെ ആൻറ്റി അല്ല, നിങ്ങളുടെ അമ്മായിയാ, വേറെ ആരെങ്കിലും ആരാ എന്നൊരു സ്ഥാനം പറഞ്ഞാൽ എന്താ നിങ്ങൾക്ക് തോന്നുന്നത്? അത് നമുക്കറിയാം അത് നമ്മുടെ ആരാന്നുള്ള സ്ഥാനം, പക്ഷെ അത് വേറൊരാൾ സമ്മതിച്ചു തരുന്നില്ല. അത് എന്താ എനിക്കത് മനസ്സിലാകുന്നില്ല. അപ്പം അങ്ങനെ അങ്ങ് വരുത്തി തീർക്കുക. ആ വ്യക്തി അതെനിക്ക് സമ്മതിക്കത്തില്ല അതല്ലെന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ എൻ്റെ ഒരു പേഷ്യൻ്റ് ഒരു പ്രാവശ്യം എന്നോട് ഇങ്ങനെ നാട്ടിലത്തെ പെന്തക്കോസ്ത് സഭയുടെ അതേ ഒരു പ്രൊട്ടസ്റ്റന്റ് സഭ ഇവിടുത്തെ ഒരാൾ എന്നോട് ഇങ്ങനെ ചോദിച്ചു, കാത്തലിക് ആണോ എന്ന് എന്നോട് ചോദിച്ചപ്പം ഞാൻ ആണെന്ന് പറഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, നിങ്ങൾ മദർ മേരി നിങ്ങൾ സെയിം ലൈക്ക് ജീസസ്, ലൈക്ക് യു വർഷിപ്പിംഗ് സെയിം ലൈക്ക് ജീസസ്. ഞാൻ പറഞ്ഞു നോട്ട് സെയിം, മദർ മേരി ഈസ് എ മദർ ഓഫ് ജീസസ് ക്രൈസ്റ്റ്, സോ ഷീസ് അവർ മദർ ഓൾസോ എന്ന് ഞാനിങ്ങനെ പറഞ്ഞപ്പം ആ പുള്ളി സമ്മതിക്കുന്നു. മദർ മേരി എല്ലാവരും ഇവിടെ ഗോഡ് നിങ്ങൾ ജീസസിൻ്റെ സെയിം ഇതാ കൊടുത്തേക്കുന്നത്. ഞാൻ അല്ലെന്ന് പറഞ്ഞിട്ടും ആ പുള്ളി സമ്മതിക്കത്തില്ല. അതുപോലെ ഞങ്ങളുടെ വീട്ടിൽ ഒരു മുസ്ലിം ഫാമിലി വന്നു, ഒരു മലയാളി മുസ്ലിം ഫാമിലി വന്നപ്പം അവരിങ്ങനെ പറഞ്ഞവർക്ക് അധികം അറിയത്തില്ല ഡിഫറൻസ്, പല കാത്തലിക്കും ഓർത്തഡോക്സും പെന്തക്കോസ്തും ഡിഫറൻസ് അറിയാൻ മേലാത്ത കാരണം അവർ മനസ്സിലാക്കി വെച്ചിരിക്കുന്ന ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ കാത്തലിക്സ് മദർ മേരിയും ഈശോയും രണ്ടും ഗോഡാണ് കാത്തലിക്സിൻ്റെ. അപ്പം അത് ഞാനിപ്പോൾ ചോദിച്ചാൽ നിങ്ങൾ എവിടെ നിന്നാണ് നിങ്ങളത് പഠിച്ചെന്ന് ചോദിച്ചപ്പോൾ അത് അവർക്ക് പറഞ്ഞു കൊടുത്ത അവരുടെ ഫ്രണ്ട്സ് പറഞ്ഞു തന്ന് അത് ആരാന്ന് അന്വേഷിച്ചപ്പോൾ അതും പെന്തക്കോസ്തുകാരെ. അപ്പം അവർ പറഞ്ഞേക്കുന്നത് അത് ഈശോയാണ്, അവരുടെ ജീസസ് ക്രൈസ്റ്റ് മാത്രമേ ഉള്ളൂ, പക്ഷേ കാത്തലിക്സിന് മദർ മേരി ഓൾസോ ഗോഡെന്ന്. അപ്പം ഞാൻ എന്തിനാണ് ഇങ്ങനെ ഒരു തെറ്റായ വ്യാഖ്യാനം, എന്തിനാണ് തെറ്റായ കാര്യങ്ങൾ സമൂഹത്തിൽ പറഞ്ഞു പരത്തുന്നത്? അതായത് ഞങ്ങൾ തെറ്റാണ് ചെയ്തതെന്ന് വരുത്തി അത് കത്തോലിക്ക സഭ തെറ്റാന്ന് പറയാനുള്ള ഒരു സംസ്കാരമാണ് ഞാൻ കണ്ടിട്ടുള്ളത് പൊതുവെ. അത് എല്ലാവരും പെന്തക്കോസ്തുകാർ അങ്ങനെയാണെന്നല്ല, പക്ഷേ മെജോറിറ്റി ഞാൻ കണ്ടിട്ടുള്ളതിൽ കാരണം ഞാൻ സേലത്ത് നേഴ്സിംഗ് പഠിക്കാൻ പോയപ്പോഴാണ് ഞാൻ ഈ വ്യത്യാസങ്ങൾ ഞാൻ ഇത്രയും പരിശുദ്ധ മാതാവിനെയൊക്കെ പലരും പല രീതിയിൽ ചിലർ റെസ്പെക്ട് ചെയ്യത്തില്ല, ജപമാല ചെല്ലത്തില്ല, അതൊക്കെ മനസ്സിലാക്കാം. പക്ഷേ ഈ റെസ്പെക്റ്റ് ചെയ്യാതെ അവഹേളിക്കുക, അതായത് റെസ്പെക്ട് ചെയ്തില്ലെങ്കിലും അവഹേളിക്കുന്ന രീതിയിലുള്ള സംസാരം ഞാൻ നേഴ്സിംഗിന് പഠിക്കുന്ന സമയത്ത് ഞാൻ കേട്ടിട്ടുണ്ട്. ഞാൻ പറയുന്നത് അന്നാണ് എനിക്കൊരു ചിന്ത വന്നു, അറിയാതെ പോലും ഈ ഒരു സമൂഹത്തിലേക്ക് ചെന്ന് പെടരുത് എന്നെനിക്ക് തോന്നിയത് അന്നായിരുന്നു. കാരണം അത്രയും എനിക്കിത് പറയാൻ ആഗ്രഹമില്ല. എന്താ പരിശുദ്ധ അമ്മയെക്കുറിച്ച് പറഞ്ഞത്? നമ്മുടെ നാട്ടിലെ മോശമായ സ്ത്രീകളെ പറയുന്ന, അതായത് ശരിയായ രീതിയിൽ ഗർഭിണിയാകാത്ത അങ്ങനെ പറയുന്ന ഒരു ഭയങ്കര തെറ്റായ വ്യാഖ്യാനം കൊടുത്ത് പരിശുദ്ധ മാതാവിനെ അത്ര ലോ ആക്കിയപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നി. അപ്പം അതുകൊണ്ടാണ് അവരിപ്പോൾ ഇത്രയും ആഘോഷമാക്കുന്നത് കണ്ടപ്പം എനിക്ക് തോന്നി ഇതൊന്നും പറയേണ്ട സമയമാണ്. എന്തിനാണ് ഒരു കത്തോലിക്കനും അങ്ങനെ പറയില്ല, പരിശുദ്ധ മാതാവ് ഈശോയോടൊപ്പം ദൈവമാണെന്ന് ഒരു കത്തോലിക്കനും പറയില്ല. പക്ഷെ അത് പറയുന്നത് ഞാൻ കേട്ടിട്ടുള്ളത് പറയുന്നത് ഈ ഒരു സമൂഹമാണ്. പക്ഷെ എന്തിനാണ് അങ്ങനെ പറയുന്നത്? ഞങ്ങൾക്ക് പരിശുദ്ധ അമ്മ ഈശോയുടെ അമ്മയാണ്, ഞങ്ങൾ ഈശോ അത്രയേറെ ഞങ്ങൾ ബഹുമാനിക്കുകയും ഞങ്ങൾ റെസ്പെക്ട് ചെയ്യുകയും ഞങ്ങളുടെ തമ്പുരാനെ ഞങ്ങൾ അതുകൊണ്ടാണ് ആ ഒരു തമ്പുരാൻ്റെ അമ്മ ആയതുകൊണ്ടാണ് ഞങ്ങൾ മാതാവിനെ അത്ര റെസ്പെക്ട് ചെയ്യുന്നത്. ഇനി മധ്യസ്ഥ എന്ന വാക്ക് ഞങ്ങളിപ്പം പോപ്പ് പറഞ്ഞത് ഉപയോഗിക്കരുതെന്ന് പറഞ്ഞത് ഇങ്ങനെ ഒരു തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയാണ്. കാരണം ഈ മധ്യസ്ഥ എന്ന വാക്ക് ഞങ്ങൾ നേരത്തെ ഉപയോഗിച്ചിരുന്നെങ്കിൽ അത് എന്തിനു ഉപയോഗിക്കുമെന്ന് പറഞ്ഞു. കാരണം ഞാനതൊരു ഇങ്ങനെ ടോക്ക് ചെയ്തിട്ടില്ലെങ്കിൽ ഞാനത് പോസ്റ്റിൻ്റെ അടിയിലും ചിലരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട് ഇതിനെക്കുറിച്ച്. ഞാൻ അവർക്ക് പറഞ്ഞു കൊടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഞങ്ങൾ ദൈവവും മനുഷ്യനും ഇടയിലുള്ള കുരിശിൽ കയറി മനുഷ്യരുടെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ കയറി ജീവൻ അർപ്പിക്കാൻ ഒരു മധ്യസ്ഥത അതല്ല പറയുന്നത്. അതിനല്ല ഞങ്ങൾ പരിശുദ്ധ മാതാവിന് സാധിക്കില്ല. അത് ദൈവത്തിന് മനുഷ്യർക്കും ഇടയിൽ അങ്ങനെ ഒരു മധ്യസ്ഥ വയ്ക്കാൻ ഈശോയ്ക്ക് മാത്രമേ പാപങ്ങൾ ഏറ്റെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഞങ്ങൾ പറഞ്ഞത് ഞങ്ങൾ
പ്രാർത്ഥിക്കണമെന്ന്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. ഞങ്ങൾ ഈ ജപമാലയിൽ മുഴുവൻ ഞങ്ങളും ഈശോയുടെ ജനനം മുതൽ ഈശോയുടെ പീഡാനുഭവം, ഈശോയുടെ ഉയർപ്പും, അതുപോലെ ഈശോ കാനായിൽ ചെയ്ത അത്ഭുതവും, ഞങ്ങൾ ഇതൊക്കെയാണ് ഞങ്ങൾ ധ്യാനിക്കുന്നത് ജപമാലയിലൂടെ. ഞങ്ങൾ പരിശുദ്ധ അമ്മയോട് പറയാം, ഞങ്ങൾക്ക് വേണ്ടി യേശുവിനോട് പ്രാർത്ഥിക്കണം ഞങ്ങൾ പറയുന്നത്. ഇപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ ഒരു കുഞ്ഞിന്, ഇപ്പം നിങ്ങൾ ചോദിക്കുന്നത് ഡയറക്റ്റ് പറഞ്ഞാൽ പോലെയും ചോദിക്കും, നിങ്ങളുടെ കൊച്ചിനൊരു അസുഖം വന്ന് നിങ്ങളുടെ രണ്ട് സുഹൃത്തുക്കളോട്, നിങ്ങളുടെ കൊച്ച് സിക്കായിട്ട് കിടക്കുക, നിങ്ങൾ ഒത്തിരി വിഷമിച്ചിരുന്ന സമയത്ത് നിങ്ങളുടെ രണ്ട് സുഹൃത്തുക്കളുണ്ട്. ഒരു സുഹൃത്ത് ഭയങ്കര കള്ളുകുടിയനും പെണ്ണുപിടിയനും എല്ലാം മോശം രീതിയിലും ദൈവപ്രീതി അല്ലാത്ത രീതിയിൽ ജീവിക്കുന്ന ഒരാളുണ്ട്. മറ്റേ ആളും ദൈവഹിതത്തിനനുസരിച്ച് വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരാൾ, നന്നായിട്ട് പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരാൾ. നിങ്ങൾ ആരോടാ പറയുന്നത്? നിങ്ങളുടെ കൊച്ചിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് നിങ്ങൾ ആരോട് പറയും? നിങ്ങൾ മോശം നടക്കുന്ന ആളോട് നിങ്ങൾ എന്തായാലും പറയത്തില്ല, കാരണം ദൈവം കേൾക്കത്തില്ല, നിങ്ങൾക്കറിയാം അല്ലേ? ആ മറ്റേ വ്യക്തി ദൈവഹിതം അനുസരിച്ച് നടക്കുന്ന ഒരു വ്യക്തിയുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നുള്ള വിശ്വാസം ഉള്ളതുകൊണ്ടാണ് നിങ്ങൾ ആ വ്യക്തിയോട് പറയും അല്ലേ? അപ്പം ആ വ്യക്തി മധ്യസ്ഥം വഹിക്കുകയല്ലേ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി അല്ലേ? ഈശോയോടെ നിങ്ങൾ നേരിട്ടങ്ങ് പറഞ്ഞാലും കേൾക്കത്തില്ലേ? അല്ലെ, പറയത്തില്ല നിങ്ങൾ. അത്രയേ ഉള്ളൂ. ഞങ്ങള് പരിശുദ്ധ മാതാവിനോട് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഞങ്ങൾ പറയുന്നത്. അന്നും ഇന്നും എന്നും ഞങ്ങൾ അത് തന്നെയാണ് ഞങ്ങൾ ചെയ്യുന്നത്. അതുകൊണ്ട് പരിശുദ്ധ മാതാവിനെ ഞങ്ങൾ അത്രയേറെ റെസ്പെക്ട് ചെയ്യുകയും ബഹുമാനിക്കുകയും ഞങ്ങൾ ചെയ്യുന്നത്. അതിന് ഇനിയും ഒരു മാറ്റവും വരത്തില്ല. ഇനി ഒരു സംഭവം കൂടെ ലാസ്റ്റായിട്ട് പറഞ്ഞു ഞാൻ നിർത്താം. അതെന്താണെന്ന് വെച്ചാൽ, എനിക്ക് വ്യക്തിപരമായി ഞാൻ ഈശോയോട് നേരിട്ട് എൻ്റെ ഒരു സുഹൃത്തിനെ പോലെ ഞാൻ എപ്പോഴും സംസാരിക്കുകയും ചിലപ്പോൾ ഞാൻ എഴുതിയിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കും, നടന്നു കഴിയുമ്പോൾ ഞാനിങ്ങനെ ടിക്ക് ഇടുകയും ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ഒരാളാണ്. ഞാൻ ഭയങ്കര ഫ്രണ്ട്ലി ടോക്കാണ് ഈശോയോട്. അപ്പം ഞാൻ പക്ഷെ ഞാൻ ചോദിക്കുന്നതല്ല, ഞാൻ പറയും എനിക്ക് ദൈവഹിതമാണെങ്കിൽ എനിക്ക് ഇത് നടത്തി തരണം, ഇതല്ലെങ്കിൽ ഈ ആഗ്രഹം എൻ്റെ മനസ്സിൽ നിന്ന് പോട്ടെ. അങ്ങനെയാണ് ഞാൻ അസാധ്യമെന്ന കാര്യങ്ങൾ പോലും ഈശോ എനിക്ക് നടത്തി തന്നിട്ടുണ്ട്. അപ്പം ഞാൻ ഒരു കാര്യം ഞാൻ ഈശോയോട് കുറച്ച് വർഷങ്ങൾ മുമ്പാണ് ഞാൻ ചോദിച്ചു, ഈശോയെ പരിശുദ്ധ മാതാവിന് നമ്മൾ കത്തോലിക്ക സഭയിൽ ഒത്തിരി റെസ്പെക്റ്റീവ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ അത് ചില സമയം ഇച്ചിരി കൂടുതലാണ്, ഓവറാകുന്നുണ്ട്, എനിക്കൊരു വ്യക്തമായ ഒരു ഉത്തരം തരാമോ എന്ന് ഞാൻ ചോദിച്ചു. കാരണം എനിക്കത് ചോദിക്കുമ്പം എനിക്ക് ആരെയും വ്യക്തികളിലൂടെ അല്ലെങ്കിൽ ചിലപ്പോൾ ദൈവസ്വരം കേൾക്കാൻ അതൊക്കെ പറയുമ്പോൾ ചിലർക്കതൊരു ചിരി വരും. നിങ്ങൾക്ക് അത് എല്ലാവർക്കും അത് മനസ്സിലാകത്തില്ല ഞാൻ എന്താ പറയുന്ന കാര്യമെന്ന്. അത് മനസ്സിലാകേണ്ടവർക്കത് മനസ്സിലാവും. എനിക്ക് ചില സമയത്ത് നമുക്കൊരു ദൈവസ്വരം കേൾക്കാം, അതിൻ്റെ ഉത്തരങ്ങൾ നമുക്ക് കിട്ടും. അങ്ങനെ ഞാൻ കേട്ട ഒരു ദൈവസ്വരത്തെക്കുറിച്ചാണ് നിങ്ങളോട് പറയുന്നത്. ഞാനിപ്പോൾ ചോദിച്ചാൽ, എനിക്ക് പരിശുദ്ധ മാതാവിന് ഇത്രയേറെ പ്രാധാന്യം കത്തോലിക്ക സഭയിലുണ്ടായിരുന്നു, അതെന്തിനാ അത്രയേറെ പ്രാധാന്യം കൊടുക്കുന്നത് എനിക്കൊന്ന് വ്യക്തമാക്കി തരാം ഞാൻ ഈശോയോട് ഞാൻ ചോദിച്ചൊരു ദിവസം. അപ്പം ഞാൻ ചോദിച്ചിട്ട് ഞാനത് കഴിഞ്ഞൊരു കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞപ്പം എൻ്റെ മോന്, അപ്പം ഞാനതിൻ്റെ മനസ്സിൽ നിന്ന് ഞാൻ ചോദിച്ചതല്ല, പിന്നെ ഞാനതങ്ങ് വിട്ടു. പക്ഷെ എൻ്റെ മോന് ബാത്റൂമിൽ നിന്ന് കുളിച്ചിട്ട് ഇറങ്ങിയപ്പം അവൻ്റെ കയ്യിൽ സോപ്പിൻ്റെ ഡിഷ് ഉണ്ടായിരുന്നു, സോപ്പ് ഡിഷ്, അത് ഗ്ലാസിൻ്റെ സോപ്പ് ഡിഷായിരുന്നു. അവൻ ഇറങ്ങിയപ്പോൾ അവൻ്റെ കാല് തെറ്റി അവൻ വീണ് ആ സോപ്പ് ഡിഷ് സൈഡിൽ ഇടിച്ച് ഗ്ലാസ് ചിതറി അവൻ അതിൻ്റെ മേലിലോട്ട് വീണു. അത് കണ്ടോണ്ട് മമ്മീനെ വിളിച്ചത് ഞാനത് ഓടി വന്ന് എനിക്കത് നോക്കാതെ, കാരണം ഗ്ലാസിൻ്റെ മേലിലോട്ട് അവൻ ഇങ്ങനെ വീണോണ്ട് ഞാനിങ്ങനെ ഈശോയെ എന്ന് പറഞ്ഞ് ഞാൻ കണ്ടുപോയി, എനിക്കത് എൻ്റെ നെഞ്ച് പെടഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് ഞാൻ അവനെ മോനെ എന്ന് പറഞ്ഞ് ഞാൻ എടുത്തു. എനിക്ക് പറഞ്ഞു മോനെ മമ്മി ഐ എം ഓക്കെ എന്ന് പറഞ്ഞു. പക്ഷെ അവനത് അവനത് പറഞ്ഞപ്പോൾ അവന് എന്തുമാത്രം വേദന അവനുണ്ടായി, അതിലും മേലെയാണ് എൻ്റെ നെഞ്ച് പടഞ്ഞത്. അത്രയും ഒരുപക്ഷെ അവൻ പേടിച്ച് കാണത്തില്ല, പക്ഷെ ഞാൻ അതിന് മേലെ പേടിച്ച് ഞാൻ, കാരണം ഗ്ലാസ്സാ മുറിഞ്ഞ് കാണാൻ നോക്കിയപ്പോൾ ചെറുതായിട്ട് പോറിയതേ ഉള്ളൂ. ആ സമയത്ത് ഞാൻ അവൻ ഇങ്ങനെ എഴുന്നേറ്റ് പിടിച്ച് ആ സമയത്ത് തന്നെ, പിന്നീടല്ല സമയത്ത് തന്നെ ഞാൻ കേട്ടൊരു ദൈവസ്വരം, നിനക്ക് നിന്റെ മോനൊന്ന് വീണപ്പം നിനക്ക് നെഞ്ച് പിടഞ്ഞ് നിന്റെ അല്ലേ? അപ്പൊ എൻ്റെ അമ്മ എൻ്റെ കുരിശുമരണം പിന്നെ പീഡാസഹന സമയത്ത് എൻ്റെ കൈകളിൽ ആണി തറച്ചപ്പം, എന്നെ ചാട്ടവാറുകൊണ്ട് അടിച്ചപ്പം, എൻ്റെ തലയിൽ മുൾക്കിരീടം ചാർത്തിയപ്പോഴൊക്കെ എൻ്റെ അമ്മ അനുഭവിച്ച വേദന നിനക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. ഹൃദയത്തിൽ കൂടി വാള് തുളച്ച് കയറുന്ന വേദന എൻ്റെ അമ്മ അനുഭവിച്ചു. എൻ്റെ അമ്മ ആരും പഴി പറഞ്ഞില്ല. എൻ്റെ അമ്മ ദൈവഹിതത്തിന് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുകയായിരുന്നു. എല്ലാ മനുഷ്യർക്കും വേണ്ടിയും അത് ചെയ്തവർക്ക് വേണ്ടിയല്ല എൻ്റെ അമ്മ പ്രാർത്ഥിച്ചു കൂടെ നിന്ന്. ഒരാളെ അമ്മ പഴിച്ചില്ല, ഒരാളോട് അമ്മ ദേഷ്യപ്പെട്ടില്ല. കാരണം ദൈവത്തിൻ്റെ ഹിതമാണെങ്കിൽ നടക്കണമെന്ന് പറഞ്ഞ് അമ്മ കൂടെ നിൽക്കുകയാണ് ചെയ്തത്. അപ്പൊ അത്രയേറെ എൻ്റെ കൂടെ നിന്ന് എൻ്റെ ആ വേദനകൾ ഞാൻ അനുഭവിക്കുന്നത് പോലെ എൻ്റെ വേദനയുടെ ആഴം എൻ്റെ അമ്മയുടെ അത്രയും വേറെ ആർക്കും മനസ്സിലാകില്ല. അപ്പൊ ഞാൻ ഇത്രയും അനുഭവിച്ചെങ്കിൽ എൻ്റെ അമ്മ എന്തുമാത്രം അനുഭവിച്ച് കാണുമെന്ന് എൻ്റെ ഈശോ എന്നോട് അന്നേരം ആ നിമിഷം തന്നെ, പിന്നീട് എവിടെങ്കിലും പോയിരുന്ന എൻ്റെ മനസ്സിൽ വന്ന ചിന്തയല്ല, ഞാൻ മോനെ അത് പൊക്കി എടുത്തപ്പം ഞാൻ കേട്ട ഒരു ദൈവസ്വരമാണ്.
ആ സ്വരം കേട്ടത് ഞാൻ സത്യസന്ധമായി പറയുന്ന കാര്യമാണ്. ഞാൻ എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ പറഞ്ഞു, ഞാൻ ചോദിച്ചാൽ എൻ്റെ ഈശോ എനിക്ക് പറഞ്ഞു തന്ന ആൻസർ ഇത്. എൻ്റെ മോനെ എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അവനൊന്ന് വീണപ്പോൾ എൻ്റെ നെഞ്ചു പടഞ്ഞു. പരിശുദ്ധ മാതാവ് എന്തുമാത്രം അല്ലെ, എന്തുമാത്രം വിഷമിച്ചു കാണും, എന്തുമാത്രം സഫർ ചെയ്തിട്ടുണ്ട് അല്ലേ. അപ്പം അതാണ് ഈശോ എനിക്ക് പറഞ്ഞു തന്നത്. അതാണ് എനിക്ക് നമ്മുടെ കത്തോലിക്ക സഭയിലുള്ള ഓരോരുത്തരോടും പറയാനുള്ളത്. നിങ്ങൾ ഇപ്പം സഹരക്ഷക മധ്യസ്ഥ എന്ന വാക്ക് ഉപയോഗിക്കരുതെന്ന് വിചാരിച്ച മാതാവിൻ്റെ പ്രാധാന്യം കുറഞ്ഞെന്ന് ഒരാളും വിചാരിക്കരുത്. പരിശുദ്ധ മാതാവ് ഈശോയുടെ അമ്മ നമ്മുടെയും അമ്മയാണ്. എന്നും അങ്ങനെ തന്നെ ആയിരിക്കും. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയട്ടെ, എൻ്റെ ഇത് കഴിവെങ്കിൽ ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. കാരണം ഇത് എല്ലാ പരിശുദ്ധ അമ്മയുടെ പ്രാധാന്യം എല്ലാവർക്കും ഒന്ന് മനസ്സിലാകണം. കാരണം ചിലർക്കൊക്കെ പോപ്പ് പറയുന്ന ഒരു തെറ്റിദ്ധാരണകൾ ഉണ്ടായ ഒരു ഇടർച്ച വന്നിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു മെസ്സേജ് ഇട്ടത്. പിന്നെ ചിലർ പറഞ്ഞിങ്ങനെ ഞാൻ ഇങ്ങനെ കേട്ട് എൻ്റെ പെട്ടിയിൽ കാശ് വീഴുമെന്ന് ഓർത്ത് അങ്ങനൊരു അസ്വസ്ഥത ചിലർക്കുണ്ടായി. എൻ്റെ ഇത് ഷെയർ ചെയ്യുമ്പോഴൊക്കെ എൻ്റെ പെട്ടിയിൽ കൂടുതൽ കാശ് വീഴുമെന്നുള്ള ഒരു ഇത് അങ്ങനെ പേടിക്കേണ്ട. ഇന്ന് വരെ എനിക്കൊരു യൂട്യൂബിൽ നിന്നോ എനിക്കൊരു ഫേസ്ബുക്കിൽ നിന്നോ എനിക്കൊരു പൈസയും കിട്ടും. കാരണം അതിന് വേണ്ടി ചില കാര്യങ്ങൾ മെയിൻറ്റെയിൻ ചെയ്താലേ നമുക്ക് കാശ് കിട്ടത്തുള്ളൂ. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്ത് റെഗുലറായിട്ട് ടോക്ക് ഇടുന്ന ഒരാളോ ഒന്നുമല്ല ഞാൻ. ഒന്നെങ്കിൽ എന്തെങ്കിലും കാര്യങ്ങൾ ബോധിപ്പിക്കാൻ, അല്ലെങ്കിൽ എന്തൊരു ഫാമിലി ഫണ്ടായിട്ട് ഞങ്ങൾ ഇതിന് ചെയ്യുന്ന കാര്യങ്ങൾ എനിക്ക് പൈസ കിട്ടി തുടങ്ങിയാൽ ഞാൻ ഇതിനുണ്ടാകുന്ന വരുമാനം ചാരിറ്റിക്ക് മാത്രമേ ഞാൻ ഉപയോഗിക്കത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നിങ്ങൾ ഇത് മറ്റുള്ളവരിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു.